നിങ്ങൾ ചാനലുകാരൊക്കെ ഒന്ന് മാറി നിന്നേ, അതൊക്കെ പിന്നീട് ഒന്നങ്ങോട്ട്. പട്ടേരി, ഓ ഒന്ന് കാണണം. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം സാർ. പോലീസ് വിളിച്ചതല്ലേ? ഒരു പക്ഷേ അതെൻ്റെ ഗംഗയുടെ തന്നെയാണെങ്കിലോ? എനിക്ക് എങ്ങനെ താങ്ങാൻ കഴിയും? സാർ അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട. പോലീസിനെ ബോധ്യപ്പെടുത്താൻ ഒരു ഐഡന്റിഫിക്കേഷൻ അത്ര തന്നെ. വാ. ഓം ശാന്തി ഓം. ഭയപ്പെടുന്നത് പോലെ ഒന്നും ആകില്ല. ചെറിയൊരു സംശയം എത്ര ഉള്ളൂ. വരും. ഐ എം സോറി യമന പ്രസാദ്. ഇത് ഗംഗാപ്രസാദിന്റെ അതെ അതെ സാർ, എൻ്റെ ഗംഗ. അവൻ പോയി. ഐ എം സോറി യമന പ്രസാദ്. ഗംഗാപ്രസാദ് ഇസ് നോ മോർ. ബ്രേസ്ലെറ്റും മോതിരവും കണ്ടെന്ന് കരുതി അത് നമ്മുടെ ഗംഗാ സാറിന് തന്നെ ആകണമെന്നില്ലല്ലോ. ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്താൻ വഴിയില്ല. ഇല്ല 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 ഉത്തമ, എന്റെ ഗംഗയുടെ ഒരു രോമക്കോപം പോലും എനിക്ക് തിരിച്ചറിയാം. മിസ്റ്റർ പട്ടേരി, നിങ്ങളൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കാൻ ലക്ഷണശാസ്ത്രം ഗൗളിശാസ്ത്രം ഒന്നും വേണ്ട. ഈ വാഹിദ് അബ്ദുൾ റഹ്മാൻ ഹാജിയുടെ 10 മില്ലിഗ്രാം തലച്ചോറ് മതി. ഈ വലത് കൈപ്പത്തിയല്ലേ അയാളുടെ ശരീരത്തിൽ ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? Come on, give me the explanation. Where, when, why? Quick answer. No answer, no arguments. You can proceed. സുലാലേ, ഇടുക്കട വലങ്ങ്. സാർ, ഹാജിയാർ സാറേ, ഏറെ കാലമായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്. ഈ വിലങ്ങൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ പാട്ടുപാറ കൊല്ലനാണോ അതോ ഗോദ്രേജ് കമ്പനിയോ? അല്ല, ഇതേലെങ്ങും ഒരു ISI മാർക്ക് പോലും കാണാനില്ലേ? അല്ല, നിങ്ങൾ തന്നെ പറ, ഈ ഹാജിയാർക്ക് ഒരടിവരയുടെ കുറവില്ലേ? അത് ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരച്ചോളാം. അതുവരെ ഒരു സ്ലൈറ്റ് കമേഴ്ഷ്യൽ ബ്രേക്ക്.
പട്ടേരി സാറിനെ പോലീസ് കൊണ്ടുപോയി. ഇത് കേട്ടിട്ടും നിനക്കെന്താ ഒരു കുലുക്കോ ഇല്ലാത്ത? ഇത്രയും കുലുങ്ങിയാ മതിയോ? നീ ഇവിടെ ഇരിക്ക. പരശുമാവൻ രാമേശ്വരത്തിന് കൊണ്ടുവന്ന ഒന്നാന്തരം മുസമ്പി ഇരിപ്പുണ്ട്. ഒരെണ്ണം പൊളിച്ചു തരട്ടെ? എന്റെ ഈശ്വര. എന്റെ മഹേശ്വരി, നീ വിചാരിക്കുന്ന ഒന്നുമില്ല. പരശുനെ ഞങ്ങൾക്കല്ലേ അറിയൂ. ആരും ഒന്നും ചെയ്യില്ല. ഏരിയ 2 or 3 hours അവൻ ഇവിടെ ഹാജരുണ്ടാവും. പോരെ? അപ്പൊ പിടിച്ചത് സ്റ്റേറ്റിലോ സെൻട്രലിലോ? ഏയ്, അത്ര മാനിപ്പുലേഷൻ ഒന്നും തെല്ലൂല്ല. പൊളിറ്റിക്സ് എന്ന് കേട്ടാലേ പരശു അപ്പം മഴ എടുക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ ഗംഗാപ്രസാദിന്റെ അറുത്തുമാറ്റിയ കൈപ്പത്തി നഗരത്തിലെ ഒരു ചവറുകൂനയിൽ കണ്ടെത്തി. ഇതോടെ ഗംഗാപ്രസാദിന്റേത് തിരോധാനമല്ല, മറിച്ച് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊലപാതകത്തിൽ മുഖ്യ പങ്ക് വഹിച്ചുവെന്ന് പറയപ്പെടുന്ന രാമേശ്വരം സ്വദേശിയായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് വിസമ്മതിച്ചു. ഇത്തരം നെഗ്ലിജൻസിന്റെ പേരിൽ നിങ്ങൾ ഞാനുമായി ഒരു 1 second നെഗോസിയേഷന്റെ ആവശ്യം പോലുമില്ല മിസ്റ്റർ വാഹിദ്. ഒരു കൈപ്പത്തി കണ്ടെത്തിയെന്ന് വെച്ച് ഊഹിച്ചെടുത്തൊരു പ്രതിയെ വിലങ്ങ് വയ്ക്കുക, പൊതുജന മധ്യത്തിലൂടെ കൊണ്ടുവന്ന് സെല്ലിൽ അടയ്ക്കുക, ഇതൊന്നും പോലീസ് പെർസിവറൻസ് അല്ല. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ പോക്കിർത്തരമെന്ന് പറയും. സാർ, അയാൾ നടത്തിയ ഭീഷണിയിൽ വലത് കൈപ്പറ്റിയ ശരീരത്തിൽ ഉണ്ടാകില്ലെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഒരൊറ്റ വാചകം പോരെ സാറേ അയാളെ കസ്റ്റഡിയിലെടുക്കാൻ? പോരാ, ശക്തമായ സാഹചര്യ തെളിവുകൾ കൂടി വേണം. സിറ്റുവേഷൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകളെ മാത്രം ആശ്രയിച്ചല്ല, ഒരാളുടെ പ്രവൃത്തിയെ കൂടി ആശ്രയിച്ചാണ്. തന്നെയുമല്ല, ഗംഗാപ്രസാദിനെ വകവരുത്താൻ മാത്രം എന്ത് ഗ്രഡ്ജാ പട്ടേരിക്കുള്ളത്? സാർ, അത് തന്റെ എന്നുള്ള മറുപടി അല്ല എനിക്ക് വേണ്ടത്. ഫുൾ ഗ്രോത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ സമ്മറി എനിക്ക് വേണ്ടത്. അത്തരമൊരു റിപ്പോർട്ടിന്റെ മേശപ്പുറത്ത് എത്തും വരെ ഒരു ബ്ലൈൻഡഡ് പേഴ്സണും തന്റെ ഹറാസ്മെന്റ് ഇരയായി ഞാൻ കേൾക്കാൻ ഇടവരരുത്. ഇറ്റ് ഈസ് എൻ ഓർഡർ. യെസ് സാർ. സോ യു പ്രൊസീഡ് അനദർ സ്റ്റെപ്പ് ലൈക്ക് എ സ്റ്റീൽ. മഹാരാജാവ് ഉണ്ടോടോ തിരുസന്നിധിയിൽ? സ്വാമി ഉണ്ട്. ചെന്നാൽ ഒന്ന് ഇങ്ങോട്ട് നോക്കണം സാർ. ഞാൻ ആ മുഖം ഒന്ന് വൃത്തിയായി കണ്ടോട്ടെ. താങ്കൾ പുറത്തു പോയിട്ട് ഒരു കട്ട ലൈബോയ് സോപ്പ് വാങ്ങിച്ചിട്ട് വാ, ഞാൻ കഴുകി വൃത്തിയാക്കി കാണിച്ചു തരാം. സോപ്പെന്നല്ല, ഇഞ്ചയും ചകിരിയും മരത്തോലിട്ട് തേച്ചിറക്കിയാലും നിങ്ങളെപ്പോലുള്ള പോലീസുകാർ ഒരു കാലത്തും നന്നാവില്ല. വെള്ളക്കാരൻ തയ്ച്ചിട്ട് തന്ന് ആ അരക്കളസവും കൂർത്ത തൊപ്പിയും മാറി ഇന്നത്തെ പാൻസും ക്യാപ്പുമായി എന്നല്ലാതെ ആന്തരികമായിട്ട് നിങ്ങൾക്ക് എന്ത് വൃത്തിയാണ് സംഭവിച്ചത്? പോലീസ് റൈഫിളിന്റെ എയിമിംഗ് റൂൾസ് എന്ന് പതിക്കുന്നത് ഇവിടുത്തെ നിരപരാധികളായ നാട്ടുകാരന്റെ നെഞ്ചത്തല്ലേ? നിങ്ങളുടെ ലാത്തി ചെന്ന് പതിക്കുന്നത് അവന്റെ മുതുകത്തല്ലേ? പറയണം സാർ. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയാനേ ഇത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളൊന്നുമല്ല. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ പോണം മിസ്റ്റർ. ഓം ശാന്തി. ഓം വേണ്ട, ക്ഷോഭം വേണ്ട, പശ്ചാത്തപിക്കേണ്ടി വരും. നിങ്ങളുടെ ഉത്തരവില്ലെങ്കിൽ ഞാൻ പോകും. പക്ഷെ പോകുന്നതിന് മുമ്പ് ഭട്ടേരി വക 1-2 സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടേ മതിയാകും. ഏതോ മ്യൂസിക് ഡയറക്ടർ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ മൂടും മര്യാദയും നോക്കാതെ കോൽച്ചങ്ങലയ്ക്ക് പൂട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന് അന്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കൊണ്ട് 56 അക്ഷരവും ഞാൻ എഴുതിച്ചിരിക്കും. 10ന്റെ ഗുണനപ്പട്ടിക ചൊല്ലിച്ച് ആ കണക്കും തീർത്തിരിക്കും. അതുവരെ നമുക്ക് 2 വഴിയല്ല, ഒറ്റ വഴി, ഒരേ ഒരു വഴി. കൽക്കട്ടയിൽ നിന്ന് ഫോറൻസിക് ഡയറക്ടർ, നാസിക്കിൽ നിന്ന് കറൻസി എക്സ്പേർട്ട്, കൊച്ചിയിൽ നിന്ന് എക്സ്പ്ലോസീവ് കൺട്രോളർ, തലസ്ഥാനത്ത് നിന്ന് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്. അങ്ങനെ നിങ്ങളുടെ പോലീസ് ബുദ്ധിക്ക് പ്രയോജനപ്പെടുത്താൻ ആരെ വേണമെങ്കിലും ആശ്രയിച്ചോളൂ. പക്ഷേ ഗംഗാപ്രസാദിന്റെ കൊലയാളിയെ കണ്ടെത്താൻ ഞാനും ഒരു കൈ പയറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അതിനുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിപ്പടിച്ചിട്ടാ ഹാജിയാരെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റിഗേഷൻ അല്ല, കോമ്പറ്റീഷൻ. ഇൻവെസ്റ്റിഗേഷൻ, കോമ്പറ്റീഷൻ. കലക്കി സ്വാമി, കലക്കി. സ്വാമിയുടെ സ്ലോ മോഷനുള്ള വരവ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. എന്തൊരു അലക്കായിരുന്നു. പക്ഷേ അവസാനം ഒരു വലിയ കുറവുണ്ടായിരുന്നു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ ഒന്നിന് പോയിട്ട് വരട്ടെ.
ഒറ്റ അലക്കാലിക്കാണ്ടല്ലോ 9 ദിവസം കഴിഞ്ഞിട്ട് താഴെ വീടുള്ളൂ. എന്നാ വേണ്ട. എന്താ സച്ചി ഇതൊക്കെ? പറ്റണില്ല സാർ. ഇതിലേക്ക് നോക്കും തോറും അറിയാതെ വിങ്ങിപ്പോവുക. സാറിനറിയാമല്ലോ, ഞാൻ പോലും ആവശ്യപ്പെടാതെ എന്നാ സാർ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചെന്നത്. ഞാനിതൊരു നിധി പോലെ കൊണ്ടു നടക്കുമ്പോൾ തന്നെ എൻ്റെ ഗംഗാ സാറിനെ. കരയാതെ സച്ചി, എന്റെ ഗംഗയുടെ ഓർമ്മയ്ക്കായി നീ ഇത് സൂക്ഷിക്കണം. ഇല്ല, എന്റെ ഗംഗ മരിച്ചിട്ടില്ല സച്ചി. അവൻ വരും, ഉടനെ മടങ്ങി വരും. അവൻ എന്നെയും നിന്നെയും വിട്ട് മരിക്കാനാവില്ല. ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ പാടില്ലാത്തതെന്ന് എനിക്കറിയാം. തന്നെയുമല്ല, ഷോ കണ്ടിന്യൂ ചെയ്യണമെന്ന് പോലീസിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. ഞാൻ മൂലം ഷോ മുടങ്ങണ്ട. നിങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തോളൂ. സാർ, മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. I don't like your customer discourses, Mr. Uttaman. Please leave me alone. I welcome all of you to the Singer Star program. I proudly introduced Gayatri. എനിക്ക് ഗായത്രി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. I appreciate her. I cheerfully congratulate. കഴിഞ്ഞ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഗായത്രിയെ നിറഞ്ഞ കയ്യടിയുടെ അകമ്പടിയോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. എന്തൊരു പുകിലായിരുന്നു. 101 തേങ്ങ അടിക്കുന്നു, സിറ്റിയിൽ മൈക്ക് അനൗൺസ്മെന്റ്, നാട്ടുകാരെ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് SMS അയക്കല്, എല്ലാം കഴിഞ്ഞല്ലോ. എവിടെ കഴിയാൻ? ഇനിയല്ലേ പ്രശ്നങ്ങൾ കുടഞ്ഞു പറയാൻ പോണത്. എല്ലാത്തിനും കാരണം CM അല്ലേ? എന്നിട്ടിപ്പോ ഈ മാരം നെഞ്ചിനകത്ത് തീയ. ഓഹോ, അങ്ങനെയാണ് എല്ലാ ദിവസവും അവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് മലത്തിക്കെടുത്ത് ഞാൻ അവരെ നെഞ്ഞത്തോട് കുറച്ച് പൊറാട്ട വിട്ടെടുക്കട്ടെ. ഇനി താനൊരു അക്ഷരം വേണ്ടി തന്നെ ഞങ്ങൾ പച്ചയ്ക്ക് വിടും. ഇവിടെ മനുഷ്യന് തലയ്ക്ക് വെളിവിലായിരിക്കുമ്പോഴാ. അതൊരു പുതിയ അറിവൊന്നും അല്ലല്ലോ. എന്റെ പൊന്ന് സേമേ, ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വഴി പറഞ്ഞാ. ഒരു വഴിയേ ഉള്ളൂ, മുങ്ങിയെടുക്കുക. ഒറിജിനൽ പ്രതിയെ പോലീസ് തപ്പിയെടുക്കുന്നത് വരെ മുങ്ങിയെടുക്കുക, അത്ര തന്നെ. കാർത്തിക്, പോലീസ് ഇവിടെ എത്തി.
ഏതൊരു ബൈ ഇലക്ഷന് മാത്രമേ ഈ കോമ്പൗണ്ടിലേക്ക് ഒരു പോലീസ് വണ്ടി കടന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പരമാവധി ഞങ്ങളുടെ കാക്കിവിടേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷന്റെ ബ്രോഡ് റോഡിൽ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ 2 കുട്ടികൾ പെട്ടുപോയി. വൺ മിസ്റ്റർ സോനു പാപ്പച്ചൻ, 4th സെമിസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഹൗ ദറ്റ് ഹാപ്പൻ? ഈസ് ബാഡ് ഫെയ്റ്റ്. അറിയാതെ പെട്ടുപോകാൻ തരുള്ളൂ. ഗംഗാപ്രസാദിനെ കാണാതായതിന്റെ തലേ ദിവസം രാത്രി ആ കുട്ടിയുടെ മൊബൈലിൽ നിന്നും ഒരു ഔട്ട് ഗോയിങ് കോൾ ഗംഗാപ്രസാദിന്റെ മൊബൈലിലേക്ക് പോയിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഒരു ത്രെറ്റനിങ് കാൾ. മൊബൈൽ പരിശോധിച്ചപ്പോൾ വോയിസ് ഗാലറിയിൽ കേട്ട ശബ്ദം ഒരു കാർത്തികിൻ്റെതാണ്. ഹൂയിസ് കാർത്തിക്? സെയിം സെമസ്റ്റർ, സെയിം സബ്ജക്റ്റ്. സോനുവിൻ്റെ ക്ലാസ്മേറ്റാ. എന്നാൽ രണ്ടുപേരും ചേർന്നുള്ളൊരു കുസൃതി, അല്ലെങ്കിൽ കൂട്ട മദ്യപാനത്തിന് ശേഷമുള്ള ഒരു വികൃതി. രണ്ടായാലും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തല്ലേ പറ്റൂ. സോ വാട്ട് കൻ ഐ ഡു? ക്യാമ്പസിൽ ഇറങ്ങിയ ഒരു അന്വേഷണം, ക്ലാസ് മുറിയിൽ വെച്ചൊരു അറസ്റ്റ്, അതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നാളെ രാവിലെ 10 മണിക്ക് 2 പേരോട് എൻ്റെ ഓഫീസിൽ ഹാജരാകാൻ പറയുകയല്ല, ഈ കാര്യത്തിൽ ആജ്ഞാപിക്കുക തന്നെ ആയാലും തെറ്റില്ല. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വൈഡ് കൈൻഡ്നസ്. ഓക്കെ. കുന്നങ്ങാടി ഗണപതി ക്ഷേത്രം, കുരുതികാമൻകാവ് ശിവക്ഷേത്രം, ചമ്പക്കര ദേവീക്ഷേത്രം, അരുണക്കര ഹനുമാൻ കോവിൽ. തൂണിലും തുരുമ്പിലും എന്ന പോലെ ക്ഷേത്രം എവിടെയുണ്ടോ അവിടെയെല്ലാം സച്ചിയുമുണ്ട് എന്ന മട്ടിലാണല്ലോ കാര്യങ്ങൾ. മല കയറി നീ ഇവിടെയും എത്തിയോ സച്ചിദാനന്ദ? സച്ചിദാനന്ദനല്ലേ സാർ, എവിടെയും പ്രത്യക്ഷപ്പെടാമല്ലോ. പ്രത്യക്ഷപ്പെടാമല്ലോ. സകല സന്നിധാനങ്ങളിലും അപേക്ഷ വയ്ക്കുന്നവൻ ഒന്നുകിൽ പാപി അല്ലെങ്കിൽ പാവം. ഇത് രണ്ടുമല്ല സാർ, കുറഞ്ഞ പ്രായത്തിനുള്ളിൽ സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും ഏറെയുണ്ട് സച്ചിദാനന്ദന് കൂട്ട്. പിന്നെ ഈശ്വരനല്ലാതെ മറ്റാരുണ്ട് തുണ സാർ? ഇതാ ഇപ്പൊ തന്നെ ആശ്വാസവും പ്രതീക്ഷയുമായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗംഗാപ്രസാദ് സാർ. കരയിപ്പിക്കുന്നവർക്കൊപ്പമല്ല, കരയുന്നവർക്കൊപ്പമാണ് സർവേശ്വരൻ. ടെറിബിൾട്ടൺ, 10 ഭീകരന്മാർ. നീയൊക്കെ സ്വയം ചാർത്തി കൊടുത്ത പേര് കൊള്ളാം. ഇപ്പൊ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഭീകര പ്രവർത്തനത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നറിയാമടാ? അറിയാം സാർ, ഭക്ഷണക്രമം ഒന്ന് മാറ്റേണ്ടി വരും. രാവിലെ പൊറോട്ടയ്ക്ക് പകരം ഗോതമ്പിന്റെ ദോശ, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിക്ക് പകരം ചാക്കരിയുടെ ചോറ്, അത്താഴത്തിന് ചപ്പാത്തിക്ക് പകരം കഞ്ഞിയും ചമ്മന്തി കഴിക്കുമോ? നീ എന്താ സബ്ജയിലെ മെനു ചൊല്ലി പഠിപ്പിക്കുക? എന്റെ പൊന്ന് സാറേ, ഇവൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പിന്നെ ഇവൻ എന്നെ ഉദ്ദേശിച്ചേ? അവനൊന്നും ഉദ്ദേശിച്ചില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? എനിക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ, എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ ഊരണം. സാറിന്റെ അഭിപ്രായമല്ല. ചവിട്ടി ഞാൻ അല്ലാത്തിന്റെ എല്ല് ഞാൻ ഊരും. ഇയാളെന്താ ഇറച്ചു വിട്ട് പറഞ്ഞു? അയ്യോ എന്റെ അമ്മച്ചി. നീ എന്താടാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ഇവന് ഉദ്ദേശിച്ച അതല്ല സാറേ. നീ ഉദ്ദേശിച്ച ഏകദേശം ഉദ്ദേശം വെച്ചിട്ട് ഉള്ളത് ഞാൻ കേട്ടുകളയും. നീ പറയണത് ഞാൻ കേട്ടൂടാ, മുഴുവനും കേട്ടു. നിന്റെ ഈ കാല് ചവിട്ടി പിടിച്ച് മറ്റേ കാല് വലിച്ചു കീറി ഈ തൂണിന്റെ സൈഡിൽ തൂക്കിയിട്ടിട്ട് ഇറച്ചിയാട്ടി വെക്ക് ഞാൻ. നീ എയർ പിടിച്ച് ചത്തു പോണം. സാർ കുറച്ചുകൂടി മര്യാദയാവാം. ഞങ്ങൾ കോളനിയിലെ പിള്ളേർ അല്ല, കോളേജ് സ്റ്റുഡൻസാ. ഓഹോ, സ്റ്റുഡൻസാ. നീ കലണ്ടറിൽ ചോപ്പക്ഷം കണ്ടണ്ട, ശനി ഞായർ അന്നൊക്കെ കോളേജ് മുടക്ക. പുറത്ത് എപ്പ കണ്ട അപ്പ ഞാൻ വലിച്ചു കീറി കളയും. എപ്പ വിളിച്ച അപ്പ ഇവിടെ സ്പോട്ടിൽ എത്തിക്കണം. അവന്റെ ഒരു ഉദ്ദേശം. എടാ, ഈ ടെലിവിഷൻ കണ്ടുപിടിച്ചോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവനോ? ഇതൊക്കെ അറിഞ്ഞിട്ട് നിന്ന പരീക്ഷയ്ക്ക് പോവാ? അല്ല, രണ്ടിനെയും കൊല്ലാൻ. കാര്യം എന്താ വെച്ചാൽ പറയടാ. ഇവന്മാര് കാരണമാണല്ലോ ഈ പൊല്ലാപ്പുഴ ഉണ്ടായത്. ഒരു റിയാലിറ്റി ഷോയും മണ്ണാങ്കട്ടയും ബാക്കിയുള്ളവനെ കടക്കപ്പുറം ഇല്ലാത്തത്. എന്റെ അന്തോണിസ് പുണ്യാള ഏ സമയത്ത് ആരാ പൊക്കാൻ ഒരു പിടിയില്ല. നിന്റെ നാക്ക് അറം പറ്റി. ദേ പട്ടേരി വരുന്നു. ഉപ്പേരിയോ? ഉപ്പേരിയും പപ്പടമൊന്നുമല്ല, പട്ടേരി, പരശുരാമൻ പട്ടേരി. അയാളുമായിട്ടാ അന്ന് രാത്രിയിൽ ഞാൻ കോർത്തത്. അയാൾ നമ്മളെ കാണണ്ട. ഓ, രക്ഷപ്പെട്ടു. വാ പോവാം.
നിന്നെ സ്നേഹിച്ചു പോയ ഒരു കുറ്റത്തിന് ഈ നല്ല കൂട്ടുകാരനെ നീ ഇങ്ങനെ ശിക്ഷിക്കണ്ട. നിന്നെ പോലെ ഒരു ഭൂലോകത്തിന്റെ കൂട്ടുകാരനാക്കി എന്റെ ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്താടാ ആഹാ, രണ്ടുപേരുണ്ടല്ലോ. എന്റെ മുതലും പലിശയും വീട്ടിൽ കൊണ്ട് തരാൻ വന്നതായിരിക്കും അല്ലേ? ഏ കിടാങ്ങളെ, എന്തെങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? ഞാൻ വർഷ, ഇതെന്റെ വീട്. അച്ഛനെ കുറിച്ച് നേരിയൊരു ഓർമ്മയുള്ളൂ. അമ്മ മരിച്ചിട്ട് 2 വർഷമായി. ഇപ്പോ അച്ഛനും അമ്മയെല്ലാം ഏട്ടനാ. തയ്യലും മേക്കപ്പൊക്കെ ജോലി. ഇത്രയും സങ്കടങ്ങൾ പേറിക്കൊണ്ടാണോ വർഷേ? പക്ഷേ എന്തിനാണ് നമ്മുടെ ദുഃഖങ്ങള് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് അവർക്ക് കൂടി വേദന ഉണ്ടാക്കുന്നത്? തന്നെയും അല്ല, സഹതാപം എന്ന വികാരം ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല കാർത്തിക്. സിമ്പതി കോസ് നത്തിങ് എന്നല്ലേ നമ്മുടെ പ്രിൻസിപ്പൾ വരെ പറയാറുള്ളത്. ഏതായാലും നിങ്ങൾ വീട് കണ്ടുപിടിച്ചല്ലോ. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അകത്തേക്ക് ഇരുന്നിട്ടാവാം. വാ. ഇരിക്ക്. ഞാൻ 2 പേർക്കും ചായ എടുക്കാം. ഇന്ന് ഷൂട്ടില്ലാത്തത് കൊണ്ട് നാട് കാണാൻ ഇറങ്ങിയതാ ഞങ്ങള്. ഇരിക്ക് സർ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. ഈ കുറവുകൾക്കിടയിലും രാപകൽ അധ്വാനിച്ച് തന്റെ സഹോദരൻ തന്നെ സംരക്ഷിക്കുന്നില്ല. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്മയും ജ്ഞാനവുമുള്ളവൻ, അതായത് മഹാവിഷ്ണു. താൻ പേടിക്കണ്ടടോ സച്ചി, പരമാത്മാവെല്ലാം അറിഞ്ഞു തന്നുകൊണ്ട്. ഞാൻ ഈ ബാഗ് നകത്ത് വെച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെ, അതുവരെ ഞാൻ ഈ പ്രതികളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ. അയ്യോ, പേടിച്ചിട്ടാ സാറാ ഞങ്ങൾ മുങ്ങി നടക്കുന്നത്. ആ ഗംഗാപ്രസാദിനെ കാണാതായ രാത്രിയിൽ ഇവൻ അവിടെ വന്നായിരുന്നല്ലോ, ആ ഗായത്രിയുടെ ചാരിത്രത്തിൽ സെക്യൂരിറ്റി കൊടുക്കാൻ. അന്ന് എന്റെ ഫോൺ എടുത്ത ഇവൻ അയാളെ ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് ആരുടെയും കൺവെട്ടത്ത് പെടാതെ നടപ്പ്. എന്താണെന്നറിയില്ല, എനിക്ക് മേലും എന്താ സഹിക്കാൻ കഴിയില്ല. ഏത് മുതുകാലനായാലും കൊലപ്പെടുത്തിയവന് എളുപ്പം കിട്ടാൻ നേർച്ചയും വഴിപാട് നേർന്നിരിക്കുക ഞങ്ങള്. ഏതായാലും ഞാനായിട്ട് നിങ്ങളെ ഒറ്റിക്കൊടുക്കില്ല. പക്ഷെ നിങ്ങളും എന്റെ കൂടെ നിൽക്കണം. 100 വട്ടം. ഞാൻ 100 വട്ടം. I want a concrete investigation immediately. കോൺക്രീറ്റ്, സിമന്റ്. രാത്രിയിൽ കുറെ കളരഭ്യാസികൾ നിങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ബട്ട് വേർ ഈസ് ദ എവിഡൻസ്? ഞാൻ ഇവിടെ വന്നൊരു പരാതി തന്നു എന്നത് തന്നെയാണ് ആദ്യത്തെ തെളിവ്. ഇനി അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സി, ഞാൻ രാമേശ്വരത്ത് താമസമാക്കിയ ഒരു പാലക്കാടൻ ഭട്ടതിരി. എനിക്കിവിടെ യാതൊരു ആക്ടിവിറ്റീസും ഇല്ല. ഈ ഒരു കേസിന്റെ പിന്നാലെ ഞാൻ പോകുന്നത് ആർക്കോ സുഖിക്കുന്നില്ല. സുഖിക്കാത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളും കണ്ടേക്കാവേ. കാരണം ഗംഗാപ്രസാദ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ നിങ്ങളാണല്ലോ. കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. പ്രതി തന്നെ വിധി പറയുക, തനിക്കിവിടെ യാതൊരു ആക്ടിവിസം ഇല്ലെന്ന് പറയുക. മരിക്കുന്നതിന് മുമ്പ് ഗംഗാപ്രസാദിനെ തല്ലിപ്പഴിപ്പിച്ചതും തെറിയിൽ കുളിപ്പിച്ചതും ആക്ടിവിസം അല്ലായിരിക്കും. അതിന്റെ പേര് ആക്ടിവിറ്റി എന്നല്ല, കേപ്പബിലിറ്റി എന്നാണ്. എന്റെ തണ്ടും ശേഷിയും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവന്മാർക്ക്, അത്രയുള്ളൂ. സാർ അതേന്ന് വിട്ട് ദാ ഇതേലോട്ട് പിടി. ഞാൻ ഈ തന്ന പരാതിയിന്മേൽ എന്ത് നടപടിയെടുക്കുമെന്ന് പറ. ഉത്തരവ്. ഞാനൊന്ന് അന്വേഷിക്കാം. നമ്മൾ ഇതെങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് പറ സാറേ. കിടന്ന് പിടയ്ക്കാതെ സച്ചി. ഒരു സ്ഥലത്തേക്ക് രഹസ്യമായി പോകുമ്പോൾ വിളിച്ചറിയിച്ചുകൊണ്ടാണോ പോകുന്നത്? സാറേ, നമ്മളെ ആ സർക്കിൾ ഹാജി ഫോളോ ചെയ്യുന്നുണ്ടെന്ന കാര്യം ഓർമ്മ വേണം. അയാൾ ഫോളോ ചെയ്തോട്ടെ. അയാളുടെ മൂള കൊണ്ട് ഈ കേസ് തെളിയാനൊന്നും പോകുന്നില്ല. നല്ല ജെയിംസ് ബോണ്ട് ബുദ്ധി തന്നെ വേണം. പക്ഷെ നമ്മുടെ ഈ പോക്ക് കണ്ടിട്ട് ഇത് ദാസന്റെയും വിജയന്റെയും പരിപാടി പോലെയാ എനിക്ക് തോന്നുന്നത്.
അവരും മോശക്കാരല്ല. നമുക്ക് ഈ ഔട്ട് ഹൗസ് ഒന്ന് പരിശോധിക്കാം. വാ. ഈ ഔട്ട് ഹൗസും ആ കാണുന്ന ബംഗ്ലാവും ആരുടേതാണെന്ന് അറിയോ വത്സ? ഇല്ല. സിനിമാശാലകളിൽ ലക്ഷക്കണക്കിന് യുവഹൃദയങ്ങളെ ഇളക്കിമറിച്ച് അവരുടെ സിരകളെ ത്രസിപ്പിച്ച് മാദക റാണി സിനിമാ താരം സുധാമേരിയുടേതാണ് ആ ബംഗ്ലാവ്.